കോൺഗ്രസുമായിട്ട് കൂടിയെന്നാണല്ലോ വർഗവഞ്ചന കാണിച്ചെന്ന് പറയുന്നതിനർത്ഥം. ആദ്യം അത് ആരാ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ പാർട്ടി ആദ്യം ഉണ്ടെങ്കിൽ യു പി എ സമ്പ്രദായം കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്തത് ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മഹാനായ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആ ഭരണം നിയന്ത്രിച്ചത് സുർജിത്തായിരുന്നു. അപ്പൊ അന്ന് UPA-യിൽ CPM ഉണ്ട്. പിന്നീട് ഇന്നിപ്പോ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി ചെയറിലിരിക്കുന്ന സ്ഥാനത്ത് അടുത്ത് പോയിട്ടില്ലേ MA ബേബി പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയാ പിന്നെ വർഗവഞ്ചന? ഇന്ന് 4 MP-മാർ ഇന്ന് പാർലമെന്റിലുണ്ട് CPM-ന്. അതിൽ ഒരു MP മാത്രമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ കോൺഗ്രസിന്റെ എതിർപ്പോടുകൂടി ജയിച്ച ഒരു MP മാത്രമുള്ളത്, രാധാകൃഷ്ണൻ. ബാക്കി 3 MP-മാരുണ്ടല്ലോ. 2 തമിഴ്നാട് നിന്നാണ്, ഒരാൾ രാജസ്ഥാനിൽ നിന്നാണ്. ഇതെല്ലാം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചവരല്ലേ. പിന്നെ എന്ത് വർഗവഞ്ചന ഞാൻ കാണിച്ചത്? അവരെല്ലാം കോൺഗ്രസോടുകൂടി പിന്തുണയോട് ജയിച്ചിട്ട് 3 MP-മാർ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. കോൺഗ്രസ് പിന്തുണയോട് ജയിച്ചിട്ട് 3 MP-മാർ പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവരല്ലേ വർഗവഞ്ചകര്? അതുകൊണ്ട് ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. ഞാൻ ഒരു വർഗത്തെയും വഞ്ചിച്ചിട്ടില്ല. എന്റെ നിലപാട് കൃത്യമാണ്. അത് വർഗത്തെ വഞ്ചിച്ചത് അത് ഗോവിന്ദൻ മാഷാണ്.